Hi friends, welcome to new class of Unit 4 Volume. In last class we discussed about volume. That is volume equal to length into breadth into height. We can easily find out volume and its units is cubic centimeter. Next we can find out any of these quantities, that is length, breadth and height, any one of these quantities. If we know other three quantities, that is for example volume and length. Okay, we know one question is a wooden block of length 9 centimeters and breadth 4 centimeters has a volume of 180 cubic centimeters. What is its height? That is, here in these questions we know what is length. Okay, and നമുക്കറിയാം ലെങ്ത് എന്താണെന്ന്. ഓക്കെ, ഓൾസോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 180 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് വോളിയം 180 ആണ്, 9 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഹൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇക്വേഷൻ അറിയാം, വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ കാണേണ്ടത് എന്താണ്, ഹൈറ്റാണ്. ഹൈറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, വി ഡിവൈഡ് വോളിയം വിത്ത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, വലിയ ക്വാണ്ടിറ്റി ഒന്നും ചേർത്താണ് കാണേണ്ടത്, എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ വോളിയം 180 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്, ലെങ്ത് 9 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്കങ്ങനെ എന്താണ് 9 ഇൻറ്റു 4 36 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 9 ഡിവൈഡഡ് വിത്ത് 9 180 കൊണ്ട് ഹരിക്കാം. 9 180 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 20 കിട്ടും. അതിനെ വീണ്ടും 4 കൊണ്ട് ഹരിക്കുക, നമുക്ക് അന്നേരം എത്ര കിട്ടും, 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ടോട്ടൽ എന്താണ് 180നെ 36 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദി ആൻസർ ഈസ് 5 സെൻറ്റിമീറ്റർ. സോ ലെങ്ത് ഈസ് 5 സെൻറ്റിമീറ്റർ. നമുക്കിത് ശരിയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എങ്ങനെയാണ്, നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് ഇപ്പോൾ നമുക്ക് 5 ആണ് കിട്ടിയത്. നമുക്ക് കുണിച്ച് നോക്കുക, 4 ഇൻറ്റു 5 നമുക്കറിയാം, 4 ഇൻറ്റു 5 20 ആണ്, 20 ഇൻറ്റു 9 180. സോ ദിസ് ഈസ് കറക്റ്റ് ആൻസർ. Next we want to find out volume of new shapes. We can find out many shapes using this cube. Cube ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് ന്യൂ ഷേപ്സ് എന്ന് പറയുന്നതിൻ്റെ താഴെ വി ക്യാൻ മേക്ക് ഷേപ്സ് അതർ ദാൻ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ്. നമുക്ക് എന്താണ് റെക്റ്റാങ്കുലർ അല്ലാത്ത, ചതുരമല്ലാത്ത പല രൂപങ്ങളും എന്തുപയോഗിച്ചിട്ട് ഉപയോഗിക്കാം, ക്യൂബ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്പർ ഓഫ് ക്യൂബ്സ് എന്ത് ചെയ്യുന്ന അടുക്കി പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ് ഓഫ് സൈഡ്സ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. അങ്ങനത്തെ ക്യൂബുകൾ അടുക്കി ഉണ്ടാക്കിയ രൂപമാണ് ഇത്. ഓക്കെ, ക്യാൻ യു കാൽക്കുലേറ്റ് ദി വോളിയം? അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ we must first find out how many cubes are there. Okay, so ഇവിടെ എത്ര ലെയർ ഉണ്ടെന്ന് നോക്കുക, എത്ര ക്യൂബ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ലെയർ ഇറ്റ് ഈസ് 9 ഈസ് ദി ലെങ്ത് ഓഫ് ദാറ്റ് ക്യൂബ്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഓൾസോ 9. ഓക്കെ, അതിൻ്റെ അങ്ങോട്ടുള്ളത് തന്നെയുമ്പോൾ എത്രയുണ്ട്, 9 ക്യൂബ്സ് ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യൂബ്സ് ഓഫ് ഹൈറ്റ്, ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ്, ഹൈറ്റും എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഹൈറ്റ് 1 ആയിട്ട് എടുക്കാം. സോ മുകളിൽ നോക്കിയിട്ടും എന്ത് സംഭവിക്കുന്നു, അവിടെ ലെങ്ത് സെയിം ആണ്, 9 തന്നെയാണ്, പക്ഷെ ബ്രെഡ്ത്തിൽ എന്താണ് കുറവ് ഉണ്ട്. അടുത്തതിലും ലെങ്ത് സെയിം ആണ്, ബ്രെഡ്ത്ത് വ്യത്യാസമുണ്ട്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആണ് അവിടെ ഉള്ളത്. ഇവിടെ അടുത്ത ഏറ്റവും മുകളിലത്തെ ലെയറിൽ എന്താണ്, ലെങ്ത് 9 തന്നെയാണ്, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതായത് നമ്മൾ ഓരോന്നിൻ്റെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വോളിയം കാണുന്നു. നമുക്ക് ആദ്യത്തെ ഏറ്റവും താഴത്തെ ലെയറിനെ നോക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ലെങ്ത് ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 1. സോ 9 ഇൻറ്റു 9 ഇൻറ്റു 1. ഓക്കെ, 9 ഇൻറ്റു 9 ഇൻറ്റു 1 ഈക്വൽ ടു 81. 9 ഇൻറ്റു 9 81 ഇൻറ്റു 1 81 തന്നെ, 81 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ലെയർ. ഓക്കെ, ഈ ലെയറിൻ്റെ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ എങ്ങനെയാണ് രണ്ടാമത്തെ ലെയറിൻ്റെ ലെങ്ത് 9 തന്നെയാണ്,
ബ്രെഡ്ത്ത് 7 ആണ്. സോ 9 into 7 into height 1 centimeter. So that is equal to 9 into 7, that is 63 into 1 is equal to 63 cubic centimeter തന്നെയാണ് വരുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയർ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ലെയറിൻ്റെയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ മതി, 9 സെൻറ്റിമീറ്റർ ലെങ്ത്, ബ്രെഡ്ത്ത് 5 centimeter. Okay, 1 2 3 4 5. So 5 centimeter. 9 into 5 and a height 1 തന്നെ. So 45 cubic centimeters. And finally the top layer, ഏറ്റവും മുകളിലത്തെ ലെയറിൻ്റെയാണ്. ലെങ്ത് 9 തന്നെയാണ്, ബ്രെഡ്ത്ത് 3 ആണ്, ആൻഡ് ഹൈറ്റ് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 27. ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവ തമ്മിൽ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്യണം. എല്ലാം തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 7 + 5 ഈസ് ഈക്വൽ ടു 12 + 3 15 + 1 16. ഓക്കെ, റിമൈൻഡർ 1 എടുക്കുന്നു, 1 മുകളിൽ എഴുതുന്നു. ഇനി ആഡ് ചെയ്യുക 1 + 2 3 + 4 7 + 6 13 + 8 21. So we got the answer is 216 cubic centimeters. എത്രയാണ്? 216 cubic centimeter is the volume of this shape. Okay, എത്രയാണ്? 216 centimeter. ഓക്കെ, നമുക്കിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന മറ്റൊരു 3D പിക്ചർ നമുക്ക് നോക്കാം. That is, it is made by stacking square blocks. The bottom block of side 9 centimeters. Okay, as we move up, the side is decreased by 2 centimeters at each step. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്? 9 സെൻറ്റിമീറ്റർ സൈഡുള്ള ഏറ്റവും താഴത്തെ ലെയറിൻ്റെ ബോട്ടം ബ്ലോക്കിൻ്റെ ഏറ്റവും താഴത്തെ ബ്ലോക്കിൻ്റെ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തുമാണുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ ലെങ്ത്, 9 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്. അതിൻ്റെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആസ് വി മൂവ് അപ്പ്, നമ്മൾ മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? സൈഡ് ഈസ് ഡിക്രീസ് ബൈ 2 സെൻറ്റിമീറ്റർ. സൈഡ് എന്ത് ചെയ്യുന്നു? 2 സെൻറ്റിമീറ്റർ കുറയുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിലേക്ക് പോകുമ്പോൾ എത്ര 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന താഴെയുള്ളത് ബ്ലോക്കിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്ററായി, അതിൻ്റെ ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്ററായി. മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും 2 കുറയുന്നു, 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ, ലെങ്ത് 5, ബ്രെഡ്ത്ത് 5. ഓക്കെ, ഏറ്റവും അതിൻ്റെ മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ലെങ്ത്, 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏറ്റവും താഴത്തെ ബ്ലോക്ക് ഓൻ്റെ വോളിയം ആദ്യം കാണാം. ഓക്കെ, അന്നേരം എല്ലാം തന്നിട്ടുണ്ട്. ലെങ്ത് 9 into 9 breadth into 1 height. Okay, so that is equal to 9 into 9, 81 into 1 is equal to 81 cubic centimeters എന്ന് കിട്ടും. നെക്സ്റ്റ് 7 ഹൈറ്റ്, ഓക്കെ സോറി 1 ഹൈറ്റ്, 7 ലെങ്ത്ത്, 7 ബ്രെഡ്ത്ത്, 7 into 7 49 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അടുത്ത മൂന്നാമത്തെ ലെയറാണ്. മൂന്നാമത്തെ ലെയറിൽ എന്താണ്? ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. 5 into 5 25 into 1 25 സെൻറ്റിമീറ്റർ. ആൻഡ് ഫോർത്ത് സെക്ഷൻ, ഫോർത്ത് ബ്ലോക്കിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്. 3 into 3 9 into 1 9 തന്നെ, 9 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഏറ്റവും ടോപ്പിൽ എന്താണ്? 1 into 1 into 1 എല്ലാം 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? ഇവ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇഫ് വി ആഡ് ഓൾ ദിസ് ടുഗദർ വി ഗോട്ട് ദി വോളിയം ഓഫ് ദാറ്റ് ഷേപ്പ്. ഓക്കെ, അതിൻ്റെ വോളിയം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെല്ലാം കൂട്ടുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത്? ആദ്യം 1 + 9 10 കിട്ടി, +5 15, +9 24, +1 25. ഓക്കെ, റിമൈൻഡർ 2. ഓക്കെ, 2 റിമൈൻഡർ വന്നു, 5 എഴുതി. ഓക്കെ, 2 റിമൈൻഡർ, 2 + 2 + 2 4, +4 8
പ്ലസ് 8 16. ഓക്കെ, 16 എന്ന് പറഞ്ഞു അത്രയാണ് 165 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ വോളിയം എത്ര കിട്ടി നമുക്ക്? ഈക്വൽ ടു 165 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഞാൻ എളുപ്പത്തിന് CC എന്ന് എഴുതിയുള്ളൂ. ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഷേപ്പുകൾ കാണുന്നത്. എന്നാൽ ലെയറിൻ്റെ ഓരോ ലെയറിൻ്റെയും ലെങ്ത് എടുക്കുക, ബ്രെഡ്ത്ത് എടുക്കുക, ഹൈറ്റ് എടുക്കുക, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, അതിന് ശേഷം കൂട്ടി പോവുക. ഇതാണ് അതിൻ്റെ ബേസിക് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തൊരു ഷേപ്പിലേക്ക് നമുക്ക് പോകാം. കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ഫിഗേഴ്സ് ഷോൺ ബിലോ. ഓൾ ലെങ്സ് ആർ ഇൻ സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മളിവിടെ താഴെ 2 ചിത്രങ്ങൾ തന്നിരിക്കുന്നു, ഒരു ഇയും ഒരു എച്ചും. ഓക്കെ, അതിൻ്റെ വോളിയം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പല സെഗ്മെൻ്റായിട്ട് പല ക്യൂബ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യമായി ഇ എടുത്ത് നോക്കാം. ഞാനിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിനെ ഈ വിധത്തിലല്ല, പല വിധത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനെ പല ക്യൂബ്സ്, ഇങ്ങനെയൊരു ഷേപ്പ് തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ പല ക്യൂബ്സായിട്ട്, നമുക്ക് എളുപ്പത്തിലുള്ള പല ക്യൂബ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ആദ്യം നോക്കുക, ഞാനിവിടെ ഒന്നാമത്തെ ക്യൂബ് ഇങ്ങനെയൊരു വരയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഒന്നാമത്തെ ക്യൂബായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വരയിട്ടിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനെ രണ്ടിനെയും 2 ക്യൂബായിട്ട്. കാരണം നമുക്ക് ക്യൂബ്സിൻ്റെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട്. കാരണം അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അകത്ത് ഇതിനെ 2ാമത്തെ ക്യൂബായിട്ട് എടുക്കുന്നു. ഇത് 3ാമത്തെ ക്യൂബ്, 4ാമത്തെ ക്യൂബ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ക്യൂബിൻ്റെയും വോളിയം നമ്മൾ കണ്ടെത്തുക. ഇത് മാത്രമല്ലാതെ വേറൊരു തരത്തിലും ചെയ്യാം. എന്താണ്? നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തരാമത്. ഞാൻ ചെയ്തതല്ലാതെ ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒറ്റ ലൈൻ ഉപയോഗിച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം ഇത് 1ാമത്തെ ക്യൂബ്, ഇത് 2ാമത്തെ ക്യൂബ്, ഇത് 3ാമത്തെ ക്യൂബ്, ഇത് 4ാമത്തെ ക്യൂബ്. അന്നേരം നമുക്ക് കിട്ടുന്ന എത്രയാണ്? 4 ക്യൂബുകൾ തന്നെയാണ്. അങ്ങനെ വേണേലും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പല വിധത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന വിധത്തിലാണ്. 1ാമത്തെ ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അന്നേരം നമുക്കറിയാം വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 1ാമത്തെ ക്യൂബിൻ്റെ 12 × 4 × 2. ഓക്കെ, 12 × 4 48, 48 × 2 96 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്നാമത്തെ ഇങ്ങനെയുള്ള 1ാമത്തെ ക്യൂബിൻ്റെ വോളിയം കിട്ടി. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അടുത്തതായിട്ട് 2ാമത്തെ ക്യൂബിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, 2ാമത്തെ ക്യൂബ് ഉപയോഗിച്ചിട്ട് എന്ത് കാണുക? അതിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലെങ്ത് എന്ത് തന്നിട്ടില്ല, നമുക്ക് ഇവിടെ തന്നിട്ടില്ല. കാരണം ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്താണ് 20 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ എത്രയാണുള്ളത്? ഈ ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നും ഇവിടെ മുതലുള്ള ഇവിടെ വരെയുള്ള ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് 20 നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പോർഷൻ പോയില്ലേ, ഈ ഒരു പോർഷൻ പോയി, ഈ ഒരു പോർഷൻ പോയി. ഓക്കെ, അന്നേരം 20ൽ നിന്ന് ഈ ഹൈറ്റ് ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 4 പോയി, ഇവിടെയും 4 തന്നെയാണുള്ളത്. ഇവിടെ എത്ര പോയി? അന്നേരം 4 പോയി. അന്നേരം 20 മൈനസ്, അന്നേരം നമുക്ക് ഈ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 20ൽ നിന്ന് എന്ത് ചെയ്യുക? 20ൽ നിന്നും 4 കുറയ്ക്കുക, പിന്നെ എന്താണ്? വീണ്ടും ഒരു 4 കൂടെ കുറയ്ക്കുക. ഓക്കെ, അന്നേരം 20ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? നമുക്ക് ഈ ലെങ്ത് എന്ന് പറയുന്നത് വി ഗോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെയുള്ള ലെങ്ത് 12 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? വോളിയം ഓഫ് സെക്കൻഡ് ക്യൂബ്, 2ാമത്തെ ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ലെങ്ത് 12 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിരിക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം ഈ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ്. ഈ ലെങ്ത് ഓക്കെ, ഈ ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആണ്. അന്നേരം 12ൽ നിന്ന് 8 കുറച്ചാൽ ഈ ലെങ്ത്
4 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എത്ര കിട്ടി? 12 × 4 × 2. ഹൈറ്റ് എപ്പോഴും വ്യത്യാസമൊന്നുമില്ല, 2 തന്നെയാണ്. അതെത്ര കിട്ടും നമുക്ക്? 12 × 4 × 2. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 96 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൂന്നാമത്തെ ചെറിയ ക്യൂബ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അത് മൂന്നാമത്തേതാണ്. എൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4. 4 16. അതിൻ്റെ ഹൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തന്നെയാണ്. സോ വോളിയം ഓഫ് ക്യൂബ് 3 = 4 × 4 × 2, ദാറ്റ് ഈസ് 8 × 4 × 4 16 ആണ്. ഓക്കെ, 8 × 4 ദാറ്റ് ഈസ് 32 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഏറ്റവും അവസാനം എന്നുള്ളത് ക്യൂബ് 4 ആണ്. 4ാമത്തെ ക്യൂബാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്കവിടെ 12. വോളിയം ഓഫ് 4 അതിൻ്റെ ലെങ്ത് 12 ആണ്. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 തന്നെയാണ്. നെക്സ്റ്റ് വൺ അതിൻ്റെ ഹൈറ്റ് 2 ആണ്. സോ 96. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും? ഇനി ടോട്ടൽ വോളിയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇഫ് യു ആഡ് all these 4 volume of these cubes, we got the total volume of that E. Okay, so we find out that add ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 + 6 12 + 2 14 + 6 20. 0 എഴുതുന്നു. റിമൈൻഡർ 2. 2 + 9 11 20 23 + 9 32. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ ആൻസർ 320 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ടോട്ടൽ വോളിയം. സോ ദി ആൻസർ ഈസ് 320 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 3D ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ മുകളിൽ തന്നിരിക്കുന്ന വരയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ എന്ത് ചെയ്തു? ഒരു 2 വര അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വര ഈ ക്യൂബിൻ്റെ ഇവിടെ വരെ ഒരു റെഡ് ലൈന്. നെക്സ്റ്റ് വൺ ഇവിടുന്ന് ഇവിടെ വരെ ഒരു റെഡ് ലൈൻ. അതായത് നമുക്ക് എത്ര ക്യൂബ് കിട്ടും? നമുക്കിവിടെ 3 ക്യൂബായിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്യൂബ് ഇത്. ഓക്കെ, അതുപോലെ തന്നെയുള്ള ഒരു മൂന്നാമത്തെ ക്യൂബ് ഇവിടെ കിട്ടി. അതിൻ്റെ നടുക്ക് വേറൊരു ക്യൂബും നമുക്ക് കിട്ടി. ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലാതെ വേണമെങ്കിൽ എന്താണ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓരോന്നിൻ്റെയും വോളിയം കണ്ടാൽ മതി. വോളിയം നമുക്കറിയാം, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, നമ്മൾ ആദ്യം ഒന്നാമത്തെ ക്യൂബ് എടുക്കുന്നു. ഈ ക്യൂബ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്യൂബിൻ്റെ ലെങ്ത് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 16 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ് ഇവിടെ തന്നിട്ടുണ്ടത്. 4 സെൻറ്റിമീറ്ററാണ് ബ്രെഡ്ത്ത്. ഈസിയാണ്. ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഏറ്റവും അവസാനം, ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. വോളിയം കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് ഫസ്റ്റ് ക്യൂബ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ക്യൂബാണ് പറയുന്നത് 16 × 16 × 4 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 192 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്യൂബ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള ചെറിയ ക്യൂബാണ്. ഇവിടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് 2 ഓക്കെ, അതിൻ്റെ 4 സെൻറ്റിമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ അകത്ത് ഓൾറെഡി ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഈ ഹൈറ്റ് ഇങ്ങനെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ക്യൂബുകളുടെ ഇടയ്ക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഹൈറ്റ് അറിയാം, 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ഭാഗത്തെയുള്ള നമുക്കെന്ത് കിട്ടിയിട്ടില്ല? അളവ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് എത്രയാണെന്നുള്ളത്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത് എത്രയാണെന്നുള്ളത്. അതിൻ്റെ 2 പാരാമീറ്റർ നിങ്ങൾ നോക്കുക. ഇവിടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ലെങ്ത് 6 ആണ്,
ഇവിടെയുള്ള ലെങ്ത്തും 6 ആണ്, ഇവിടെ തന്നിട്ടുണ്ട് 6 ആണ്. അന്നേരം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തും തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 16. അന്നേരം എന്ത് ചെയ്താൽ മതി? ഈ 16ൽ നിന്നും 6 + 6 12. എത്ര കുറച്ചാൽ മതി? 12 കുറച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ 12 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ. അന്നേരം ഈ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടി? അതും 4 തന്നെയാണ് കിട്ടി. ഓക്കെ, ബ്രെഡ്ത്ത് 4 ആണ്, നമുക്കറിയാം. ബ്രെഡ്ത്ത് ഓഫ് ക്യൂബ് 2 4 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 2 ആണെന്ന് തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് ഇനി അതിൻ്റെ വോളിയം 2 ക്യൂബ്സ്, വോളിയം ഓഫ് സെക്കൻഡ് ക്യൂബ്, രണ്ടാമത്തെ ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? 4 × 4 × 3. 4 ലെങ്ത്, 4 ബ്രെഡ്ത്ത് ആൻഡ് 3 ഹൈറ്റ്. ഓക്കെ, ഈക്വൽ ടു 48 cubic centimeters. Next we want to find out the volume of our third cube. ഇതാണ് നമ്മുടെ തേർഡ് ക്യൂബ്. തേർഡ് ക്യൂബ് ഈസ് സിമിലർ ടു ഫസ്റ്റ് ക്യൂബ്. ഓക്കെ, മൂന്നാമത്തെ ക്യൂബ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്യൂബിൻ്റെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് 16, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4, ഹൈറ്റ് എന്ന് പറയുന്നത് 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 192 cubic centimeters. ഓക്കെ, ഇനി ടോട്ടൽ വോളിയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വി മസ്റ്റ് ആഡ് ഓൾ ദീസ് തിങ്സ് ടുഗദർ. ദാറ്റ് ഈസ് വോളിയം ഓഫ് ഫസ്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 192 പ്ലസ് അടുത്തത് എത്രയാണ് കിട്ടിയത്? 48 പ്ലസ് 192. 2 + 8 10 + 2 12, remainder 1. Okay, 1 + 9 10 + 4 14 + 9 23, remainder 2. 2 + 1 3 + 1 4. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 432 എന്ന് നമുക്ക് കിട്ടും. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, സോ ദി ടോട്ടൽ വോളിയം ഈസ് 432 cubic centimeters നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക, ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അതായിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസ്. ഈ ഹോംവർക്ക് അയച്ചു തരുന്നവർക്കായിരിക്കും അറ്റൻഡൻസ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്യുക, ചെയ്തിട്ട് അയച്ചു തരിക. താങ്ക് യു.